അപ്പോൾ ഇങ്ങനെ ഫേസിലൊരു ഈച്ച വന്നിരിക്കുകയാണ് പ്രസൻറ്ററുടെ. അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യുക, അവിടെ നിന്ന് വാർത്ത ബുള്ളറ്റിൻ തന്നെ അവതരിപ്പിക്കുക, പ്രസൻറ്ററാകുക എന്ന് പറയുന്ന നിലയിൽ പ്രസൻറ്ററാകും, കമൻറ്റേറ്ററാകും, നല്ല ഡ്രോണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല വിഷ്വൽസ് ഓഡിയൻസിന് കൊടുക്കുക, വ്യൂവേഴ്സിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പാറ്റേൺ ആകെ മാറുന്നുണ്ടല്ലോ. കേവലം ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്, ആക്ഷേപങ്ങളെ നമ്മൾ അതുപോലെ അങ്ങ് തള്ളിക്കളയും. നമുക്കത് അത് ഓർത്തോ അതോ ആലോചിച്ചോ ഇരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇയാളെ പോലൊരാൾ ഒരു കൈക്ക് മാത്രം സ്വാധീനമുള്ള ഒരാൾ എങ്ങനെ ഈ ജയിലിൽ ചാടി എന്നൊക്കെ പറയുന്ന തരം സസ്പീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യണമല്ലോ. അന്ന് ജയിലിൽ വന്ന മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിലെ ഒരു തടവുകാരൻ ജയിലിൽ ചാടി പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ വിമർശനമാകാം. ഇപ്പോൾ ഏത് സർക്കാരാവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവാകട്ടെ, ഏത് പാർട്ടി ആവട്ടെ, അവർ പൊതുപ്രവർത്തകരാണ്. അവർക്ക് വിമർശനങ്ങളെ നേരിടാൻ കഴിയും, അതിലവർക്ക് മറുപടി പറയാൻ കഴിയും. ആ വിമർശനങ്ങൾക്ക് മറുപടി കേൾക്കണം, വിമർശനത്തിൽ അവർ തിരുത്തുകയും വേണം. ഇതാണ് അതിൻ്റെ ഒരു മാധ്യമ ഇടപെടലിൻ്റെ ഗുണപരമായ വശത. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എവിടെ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ചർച്ച ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് മാധ്യമപ്രവർത്തകനോട് ചോദിക്കാം. വെൽക്കം ടു ഗസ്റ്റ് റൂം. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ RJ സുനിൽ. എൻ്റെ കൂടെ ചേരുന്നു മാധ്യമപ്രവർത്തകൻ ശരത് ചന്ദ്രൻ. ഹായ് സുനിൽ. നമസ്കാരം സാർ. ശരിക്കും ഞാൻ കുട്ടിക്കാലത്ത് കൈരളി TV-യിൽ 7 മണി സമയത്ത് ഇങ്ങനെ ഒരു വാർത്തയുടെ ഒരു തുടക്കം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഭൂമിയൊക്കെ ഇങ്ങനെ വന്നിട്ട് അതെ അങ്ങനെയൊക്കെ വന്ന സമയം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ വരുന്നു, വാർത്ത വായിക്കുന്നു, അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വാർത്ത വായിക്കുന്നു. അതൊക്കെ കണ്ട് വളർന്നൊരു ആളാണ്. അതെ. ഇപ്പം സുനിൽ പറഞ്ഞ പോലെ കൈരളിയുടെ ആ ഒരു വാർത്താ തുടക്കത്തിലെ ആ സംഗീതം എന്ന് പറയുന്നത് മലയാളികൾ ഇങ്ങനെ തലമുറകളായി കേട്ട് ശീലിച്ച് അവരോടൊപ്പം കൊണ്ടുപോയ ഒന്നാണ്. അതിനോടൊപ്പം സഞ്ചരിച്ചൊരു മാധ്യമപ്രവർത്തകനാണ്. അതിനിടയിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ കൈരളിയുടെ വാർത്താ വിഭാഗത്തിൻ്റെ ചുമതലയാണ് അങ്ങനെ നിറവേറ്റുന്നു. അങ്ങനെ ആ ഘട്ടത്തിലാണിപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അഹല്യ FM റേഡിയോയോട് സംസാരിക്കുന്നത്. ഓക്കെ. മാധ്യമപ്രവർത്തകനാകാൻ ആഗ്രഹിച്ച ഒരാളാണോ അതോ അവിചാരിതമായിട്ട്? അല്ല, മാധ്യമപ്രവർത്തകനാകണം എന്നൊരു ആഗ്രഹത്തിനൊപ്പം സഞ്ചരിച്ച് മാധ്യമപ്രവർത്തകനായ ആളാണ്. അതെ. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു കൈരളിയിലേക്ക് വരുന്നതും? ആ ഒരു എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇത്രയും ചാനൽസ് ഒന്നുമില്ല, ഒരു ചാനലിന്റെ ബഹളങ്ങളൊന്നുമില്ല അല്ലെ? സാധാരണ നമ്മൾ വാർത്ത എന്തൊക്കെയാണോ വാർത്തകൾ അത് മാത്രം കേൾക്കുന്നു. അതെ, കാരണം നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ കേരളത്തിലേക്കുള്ള ദൃശ്യമാധ്യമങ്ങളുടെ വരവ്, ആ വരവിനെ തുടർന്ന് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കൈരളിയും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, ഏഷ്യാനെറ്റിൻ്റെ വരവ്, സൂര്യ, അവിടേക്ക് കൈരളിയുടെ വരവ്. ഇതായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ മാധ്യമങ്ങൾ. ആ കൈരളിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വാർത്താ ചാനലുകൾ എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു സെൻസിബിലിറ്റിയിലേക്ക് മലയാളി മാറുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ളൊരു കാലത്ത്, അതിനു മുമ്പുള്ളൊരു കാലത്തെയും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ പരിപാടികളും അതുപോലെ തന്നെ വാർത്താ ബുള്ളറ്റിനുകളും ഒക്കെ ചേരുന്ന ഒറ്റ ചാനൽ, കൈരളി എന്ന് പറയുന്ന ഒറ്റ ചാനൽ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ഒരു ചാനൽ, പിന്നീടാണല്ലോ വാർത്താ ചാനലുകളായി മാറുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാഗം ആ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ന്യൂസ് ചാനലിൻ്റെ ഭാഗമായി മാറി. ന്യൂസ് ചാനലിൻ്റെ പിന്നെ സ്വഭാവം ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു യാത്രയാണ്. വലിയൊരു മാറ്റമാണ് ഇപ്പോൾ പല ചാനലുകൾക്കും വന്നിരിക്കുന്നത്. ശരിക്കും ഇത് വാർത്താ ചാനൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പ്രേക്ഷകരുണ്ട്. ശരിക്കും ഈ ഒരു മാറ്റം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണോ, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണോ, അതോ ന്യൂസ് ചാനൽ അങ്ങനെ മാറിയതാണോ? നമ്മളിപ്പം നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നില്ല ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതെല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ വാർത്തയുടെ കാര്യത്തിലും വാർത്താ ബുള്ളറ്റിനുകളുടെ കാര്യത്തിലായാലും വാർത്താ ചാനലുകളുടെ കാര്യത്തിലാണെങ്കിലും ട്രെൻഡിങ് എന്ന് പറയും. അപ്പോൾ എന്താണോ ട്രെൻഡിങ്, അല്ലെങ്കിൽ ട്രെൻഡിങ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ ഉള്ളൊരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ആരോഗ്യപരമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വാർത്ത എന്ന് പറയുന്നത് ആളുകളിൽ ശരിയായി എത്തേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ എവിടെയൊക്കെയോ അതിൻ്റെതായിട്ടുള്ള ഈ കോമ്പറ്റീഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാം, നമ്മളെപ്പോഴും പറയില്ലേ പഴയ കാലത്ത് എങ്ങനെ ദൂരദർശൻ സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസൻറ്റേഷൻ എന്ന് പറയും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആക്ച്വലി കൈരളിയിൽ വന്നെങ്കിൽ ദൂരദർശനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ആ പാനലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അന്ന് അക്കാലത്തെ ദില്ലിയിൽ നിന്ന് സുനിത് താണ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പ്രസൻറ്ററുണ്ട്. അന്നത്തെ ദൂരദർശൻ്റെ ഇംഗ്ലീഷ് ന്യൂസുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി. അദ്ദേഹം ഞങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ
ഉറങ്ങാൻ ഒക്കെ വരുന്നൊരു കാലമാണ്. എന്നാലോചിച്ച ഒരു ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ ദൂരദർശനിൽ വാർത്ത വായിക്കുമ്പോൾ പ്രസൻറ്റർ വാർത്ത വായിച്ചിരിക്കുമ്പോൾ ഓർക്കാമല്ലോ, ഒട്ടും ചലിക്കാതെ വളരെ കൃത്യമായി ക്യാമറ നോക്കി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന കാലം. അപ്പോൾ ഇങ്ങനെ ഫേസിലൊരു ഈച്ച വന്നിരിക്കുകയാണ് പ്രസൻറ്ററുടെ. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു കാലമായിരുന്നു. അപ്പോൾ സുനിതാണ്ടൻ പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ആ ഈച്ചയെ തട്ടി മാറ്റി നമ്മൾ കാഷ്വലായി ബിഹേവ് ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ആലോചിക്കുന്നൊരു കാലമാണ് അന്നത്തെ കാലം. ഇതങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ എന്തെല്ലാം മാറി സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ വാർത്താ പ്രസൻറ്റേഷൻ്റെ രീതി എല്ലാം മാറി. നമ്മുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, അഭിരുചികളെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികം അത് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ കാഷ്വൽ ആകുന്നു, വളരെ ഇൻട്രാക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നു, ഇൻസിഡൻസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ കവർ ചെയ്യുക എന്ന് ശ്രമിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇനിയിപ്പം നെഹ്റു ട്രോഫി വള്ളംകളി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രയൽ സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്, ചുണ്ടൻ വള്ളങ്ങളുടെ. നമ്മൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യുക, അവിടെ നിന്ന് വാർത്ത ബുള്ളറ്റിൻ തന്നെ അവതരിപ്പിക്കുക, പ്രസൻറ്ററാകുക എന്ന് പറയുന്ന നിലയിൽ പ്രസൻറ്ററാകും, കമൻറ്റേറ്ററാകും, നല്ല ഡ്രോണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല വിഷ്വൽസ് ഓഡിയൻസിന് കൊടുക്കുക, വ്യൂവേഴ്സിന് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പാറ്റേൺ ആകെ മാറുന്നുണ്ടല്ലോ. ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ക്രിറ്റിസിസം വരും, ഡെഫിനറ്റ്ലി ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങളെ വളരെ സെൻസിബിളായി എടുക്കുക എന്നുള്ളത് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക. ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി മാറിയപ്പോൾ ആളുകൾ മാധ്യമപ്രവർത്തകരെ പണ്ടൊക്കെ റെസ്പെക്റ്റോടു കൂടി കണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ മാപ്ര വിളിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും അതിനർഹരാണോ മാധ്യമപ്രവർത്തകർ? അല്ല, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത നിലയിലെ മാധ്യമരംഗം മാറുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പാറ്റേൺ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വാർത്ത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസ്തുതയാവണം, ഫാക്ട്സ് ആവണം. അതിനെ നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആധികാരികത വേണം. ഒന്നുകിൽ ഒരു ഡോക്യുമെൻ്റ് ബേസ് വേണം. നമ്മൾ ഒരു കാര്യം പറയുന്നുവെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നു, കാരണം അതിലൊരുപാട് ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന രേഖകളുടെ പിൻബലം വേണം. അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ടൊരു വ്യക്തി നമ്മളോട് അതേക്കുറിച്ച് പറയാൻ വേണം. ഇത് ഇന്ന കുഴപ്പം ഇവിടെ നടക്കുന്നു, ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയാൻ ആൾ വേണം. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ഭാഗം, നമ്മളിവിടെ ഏത് പ്രശ്നത്തിനും രണ്ട് ഭാഗം ഉണ്ടാകും എന്ന് പറയില്ലേ, മറുഭാഗം കൂടി കേൾക്കാൻ, അവർക്ക് കൂടി പറയാനുള്ളത് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, അവരുടെ ഒരു വിശദീകരണം ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുക, ആ ഭാഗവും അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എവിടേക്കോ ഈ കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, ദൃശ്യമാധ്യമങ്ങൾ ഒരേ സമയം ഓൺലൈൻ മാധ്യമങ്ങളോട് മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നൊരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എവിടേക്കോ ഡ്രോപ്പ് ആകുന്നുണ്ട്, ഈ സ്റ്റെപ്സ് എവിടെയോ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഡ്രോപ്പ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വിലയിരുത്താൻ പഴയതിനേക്കാൾ കഴിയും. പണ്ട് പത്രം വായിച്ച് മടക്കി വെക്കാം, വേണേൽ നമുക്കൊരു കത്തയക്കാം, പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഈ വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളുടെ ന്യൂസ് ചാനലിൻ്റെ തുടക്കകാലത്തും നമുക്ക് കാണാം പത്രത്തേക്കാൾ കുറച്ചുകൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടി വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ സുനിലിന് തന്നെ സ്വന്തമായിട്ടൊരു അഭിപ്രായം, ഒരു വാർത്ത കാണുമ്പോൾ, ഒരു പരിപാടി കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ നിരൂപകരായി നമ്മൾ മാറേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം. അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഒക്കെ ഇങ്ങനെ വിലയിരുത്തപ്പെടുന്നതിനും അതിനപ്പുറം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതിനും ഇടയാക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ്. കേവലം ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്, ആക്ഷേപങ്ങളെ നമ്മൾ അതുപോലെ അങ്ങ് തള്ളിക്കളയും. നമുക്കത് അതോ ആലോചിച്ചോ ഇരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ശരിയായ ക്രിട്ടിസിസം വരുന്ന ഇടത്താണ് അത് വർദ്ധിച്ചു വന്നപ്പോഴാണ് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ട് മാപ്ര എന്ന ചുരുക്കപ്പേര്, പലരെയും നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്നു. ഇപ്പോൾ പഴയ കാലത്ത് പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ അവർ ഒരു വാർത്ത സുനിൽ കണ്ടിട്ടുണ്ടോ, പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്ത്? ഇപ്പം അത് കാണാനില്ല. സ്വന്തം ലേഖകൻ അങ്ങനെ വിളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ നമ്മൾ കേട്ട് നിൽക്കാനേ പറ്റൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാപ്ര ഒക്കെയാണ്. പക്ഷെ അതിലൊരു വലിയ പരിഹാസവും വിമർശനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മളുടെ തന്നെ കമ്മ്യൂണിറ്റി സൃഷ്ടിച്ചെടുത്തത് കൂടിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ വാർത്തകളെ കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്താൽ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നില്ല. എത്രയോ ഇൻസിഡൻസിൽ മാധ്യമങ്ങൾക്ക് പിശകിയതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ. അത് വായനക്കാരാകാം, അത് ഈ പറഞ്ഞ പോലെ ശ്രോതാക്കളാകാം, റേഡിയോ ആകുമ്പോൾ ശ്രോതാക്കളാകും, ടെലിവിഷൻ ആകുമ്പോൾ പ്രേക്ഷകരാകാം. അവർക്ക് തോന്നുന്ന വളരെ കൺവിൻസിംഗ് ആയി അവർ ആർഗ്യൂ ചെയ്യാൻ അതിനെ നമ്മൾ എടുക്കുന്നുള്ളൂ.
കൺവിൻസിംഗ് ആയി ബോധ്യപ്പെടുത്താണ് ഇത് ശരിയല്ല, നിങ്ങളുടെ ഈ പാറ്റേൺ തെറ്റി, നിങ്ങൾ കാണിച്ചിരിക്കുന്നതിനകത്ത് ഒരുപാട് അനുചിതമായ രീതിയുണ്ട്, അനൗചിത്യമുണ്ട്, ഇതല്ല വാർത്ത, ഇതാണോ വാർത്ത, ഇതല്ലേ നിങ്ങളിത് മൂടി വെക്കാൻ ശ്രമിച്ചില്ലേ എന്ന് പറയുന്ന തരത്തിലേക്കാണ് ക്രിറ്റിസിസം വരുന്നത്. അവിടെയാണ് അതിനെ എളുപ്പത്തിലൊന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മാപ്രാവിളി സോഷ്യൽ മീഡിയ ചാർത്തി തന്നത്. ഈ ഒരു അറ്റാക്ക് അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതൊരു റിയാലിറ്റി ആയിക്കാണ്ട് ആ വിളി കേൾക്കുന്നത് കുറയ്ക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു അറ്റാക്കിംഗ് മൂഡ് പത്രപ്രവർത്തകർക്ക് ആവശ്യമുണ്ടോ? അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂഴ്ന്നെടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു രീതി പൊതുവെ കാണാറില്ല. അല്ല, അതിനുവേണ്ടി അത് ചെയ്യാൻ നിൽക്കരുത്. ഡിമാൻഡിങ് ആവുന്ന അത് വേണമെന്ന് വരുന്ന ഘട്ടത്തിൽ അതാവണം സുനിൽ. അത് നമ്മൾ ഒരിക്കലും വേണ്ടിടത്തത് പ്രയോഗിക്കണം, ഉറപ്പായും പ്രയോഗിക്കണം. കാരണം എങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ വളരെ പാസീവായി ചോദിച്ചു പോയാൽ ചിലപ്പോൾ കിട്ടില്ല. അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഗ്രില്ല് ചെയ്യേണ്ടി വരും, ട്രിഗർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ പലപ്പോഴും പലതും വരുള്ളൂ. ട്രിഗർ ചെയ്യാറുണ്ട്. പിന്നെ ഉറപ്പായും. ഈ അടുത്ത കാലത്തൊരു ചർച്ച ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ടൊരു മുൻ ജയിൽ DGP ആയിരുന്ന വ്യക്തി ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, അദ്ദേഹം വിരമിച്ച ശേഷം ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സന്ദർഭം ഓർമ്മയില്ലേ? അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കേരള പോലീസ് പിടികൂടി. വളരെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു ആ രാവിലെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അയാളെപ്പോലെ ഒരാൾ ജയിലിൽ ചാടുക എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മളുടെ ഒരു പബ്ലിക്കിൽ, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ജയിലിന് പുറത്തുണ്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം. പക്ഷേ കേരള പോലീസ് അതിവേഗം, അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു. അപ്പോൾ സ്വാഭാവികം എന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇപ്പോൾ ഇയാളെപ്പോലൊരാൾ, ഒരു കൈക്ക് മാത്രം സ്വാധീനമുള്ള ഒരാൾ എങ്ങനെ ഈ ജയിലിൽ ചാടി എന്നൊക്കെ പറയുന്ന തരം സസ്പീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യാണല്ലോ മാധ്യമങ്ങൾ. അപ്പോൾ വൈകുന്നേരത്തെ ചർച്ച, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ മുൻപ് ഇതുപോലെ തന്നെ റിപ്പർ ജയാനന്ദൻ അവിടെ നിന്ന് ജയിലിൽ ചാടി, അന്ന് ഇവർ സഹതടവുകാരായിരുന്നു. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇതിൽ പലതും ചെയ്തിട്ടുള്ളതെന്നൊക്കെ പിന്നീട് മനസ്സിലായി. അപ്പം മറ്റ് സപ്പോർട്ടില്ലാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ ഈ പറഞ്ഞ വ്യക്തി, ഞാൻ എൻ്റെ ഒരു അതിഥിയാണ്, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ കുറിച്ചല്ലേ പറയുന്നത്. മുമ്പ് പണ്ടൊരിക്കൽ മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത്, വേറൊരു മുന്നണി കേരളം ഭരിക്കുന്ന കാലത്ത്, അന്ന് ജയിലിൽ വന്ന മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിലെ ഒരു തടവുകാരൻ ജയിലിൽ ചാടി പോയിട്ടുണ്ട്. പിറ്റേന്നാണ് പിടിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് വെച്ചെന്ന് പറയുന്നത് വളരെ ഒരു പഴയ അനുഭവം പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസകരമായി മാറി. പക്ഷേ അതിനെ മുമ്പ് പറഞ്ഞ പോലെ രസകരമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്, അല്ലാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലല്ല. അപ്പോൾ ഇങ്ങനെ രസകരമായി ഇത് ചോദിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേർത്തെ പ്ലീസ് അതിന് കൂടുതൽ പോകരുത്, ആ മന്ത്രി എന്നോട് പിണങ്ങും എന്നൊക്കെ പറയുന്ന തരത്തിൽ. പക്ഷേ സോഷ്യൽ മീഡിയ വലിയ തോതിൽ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ഏതാണ് മന്ത്രി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ ആധികാരികമായ ഒരാളാണ് ആ പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് മുൻ ജയിൽ DGP വകുപ്പ് മേധാവിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമായ ആളുകൾ ഇതിനെയാണ് ഇങ്ങനെയൊക്കെയുള്ള. അപ്പം ട്രിഗർ ചെയ്യുന്നത് ഒക്കെ പല രൂപത്തിലാകാം. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിച്ച് നിന്ന് തന്നെ ആവണമെന്നില്ല. വളരെ ലൈറ്റായിട്ടും ചോദിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം. ചിലപ്പോൾ വന്ന് ഉത്തരം പറഞ്ഞു പോകും. പല പാറ്റേൺ അത് സ്വീകരിക്കാറുണ്ട്. ചില വിഷയങ്ങൾക്ക് വളരെയധികം ടെൻഷനുള്ള ഒരു പബ്ലിക്കിൻ്റെ വലിയ ജനരോഷം ഒക്കെ നിൽക്കുന്ന വിഷയത്തിൽ നമ്മളും അങ്ങനെ തന്നെ നിലപാട് ചിലപ്പോൾ സ്വീകരിക്കും. ഒരു പൊതുവായ ആളുകൾക്ക് വലിയ വികാരപരമായിട്ടുള്ളൊരു വിഷയമൊക്കെ വന്ന് അതിനെ ആ ഒരു പാറ്റേണിൽ സ്വീകരിക്കും. അല്ലാത്തത് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെയാണ് കുറച്ചുകൂടെ സെൻസിബിളായി ചോദിച്ച് പിടിക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഈ ഒരു ചർച്ചാ വേദികൾ, ഈ വൈകുന്നേരത്തെ ചർച്ച, അത് കോടതിയായിട്ട് ചിലപ്പോൾ മാറാറില്ല. മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റീഡർ, ആ ചർച്ച നയിക്കുന്ന ആൾ ഒരു ജഡ്ജി എന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ, മുമ്പ് പറഞ്ഞ മാപ്രാവിളി ഏതാണ്ട് തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് തോന്നുന്നു. അതായത് ഈ അവതാരകരാകുന്നവർക്ക് കിട്ടുന്ന ചില പേരുകൾ, അവർ കോട്ടിട്ട ജഡ്ജിമാർ, അന്തിച്ചർച്ചയിലെ ജഡ്ജിമാർ, ഈ പറഞ്ഞ സുനിൽ അത് കുറച്ചുകൂടി കവർ ചെയ്താണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ വന്നത് ചില ഇടപെടലുകൾ അസഹനീയമായി തോന്നുന്നു, ചിലത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, പക്ഷപാതപരമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ വിമർശനമാകാം. ഇപ്പോൾ ഏത് സർക്കാരാവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവാകട്ടെ, ഏത് പാർട്ടി ആവട്ടെ, അവർ പൊതുപ്രവർത്തകരാണ്. അവർക്ക് വിമർശനങ്ങളെ നേരിടാൻ കഴിയും, അതിലവർക്ക് മറുപടി പറയാൻ കഴിയും. ആ വിമർശനങ്ങൾക്ക് മറുപടി കേൾക്കണം, വിമർശനത്തിൽ അവർ തിരുത്തുകയും വേണം. ഇതാണ് അതിൻ്റെ ഒരു മാധ്യമ ഇടപെടലിൻ്റെ ഗുണപരമായ വശം. അതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഈ വിമർശനം മാറിയിട്ട് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുക, അധിക്ഷേപിക്കുക, മുൻവിധിയോടെ കാണുക എന്ന് പറയുമ്പോൾ ഈ ചർച്ചകളുടെ, മുമ്പ് പറഞ്ഞ രാത്രിയിലെ ചർച്ചകളുടെ ഒരു പ്രതലം തന്നെ മാറിപ്പോവുകയാണ്. അപ്പോൾ ഇരിക്കുന്ന അവതാരകരെ കാണുമ്പോൾ ഇപ്പോൾ
ആളുകൾ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളുടെ അവതാരകരുടെ മുഖം കാണുമ്പോൾ ഈ ചർച്ചയുടെ സ്വഭാവം എന്താണെന്ന് ഇദ്ദേഹമാണോ, ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാകും എന്ന് പറയുന്ന നിലയിലേക്ക് പ്രിജുഡിസ്ഡ് ആകാൻ തുടങ്ങി. അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇവർ സൃഷ്ടിച്ചെടുത്ത, അവതാരകർ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു രീതിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അവതാരകൻ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു നേതാവിൻ്റെ ഇവരുടെയൊക്കെ മുഖം ഇടിച്ചു പരത്തണം എന്ന തരത്തിൽ, അങ്ങനെ ആവുമ്പോഴേ അറിയൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അത് അതിരുകടന്ന ഇപ്പം നമുക്കൊരു വ്യക്തിയോട് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഇങ്ങനത്തെ ശൈലികൾ വരുന്നു. വലിയ നെടുങ്കൻ ഡയലോഗുകൾ അടിച്ച് അതിനെ ഇങ്ങനെ വിഷയത്തിൻ്റെ ചർച്ചയെ ഒന്ന് വല്ലാതെ വഴിതിരിച്ചു കൊണ്ടുപോവുക, ഇതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ ചർച്ചകൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, പക്ഷേ ആളുകൾക്ക് രസം പകരുന്നതാണ്. അതുപോലെ റേറ്റിംഗ് നോക്കുമ്പോൾ ഇതിന് മെച്ചം കാണുന്നുണ്ട് എന്നൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. എനിവേ എന്തായാലും അത് വിമർശനപരമാണ്. അത്രയും അതിര് കടക്കരുത്. ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊടുക്കാൻ കഴിയണം. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് ആളുകൾക്ക് അവരുടെ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയണം. ഇതാണല്ലോ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ ആയിരിക്കണം ഫോക്കസ് വേണ്ടത്. അതും മുമ്പ് പറഞ്ഞ പോലെ എവിടേക്കോ വഴിവിട്ടപ്പോൾ നമ്മൾ നിരന്തരം ചെയ്ത് കഴിയുമ്പോഴേ, ഇപ്പോൾ പല അവതാരകരെക്കുറിച്ചും പറയുന്നൊരു വിമർശനം എന്ന് വെച്ചാൽ, നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഞങ്ങൾ പറഞ്ഞാൽ അതാണ് ഏതാണ്ട് പ്രമാണം അടിസ്ഥാനമായി മാറുക. മുമ്പ് പറയാം, അവിടെയാണ് ഈ ജഡ്ജി എന്നൊക്കെയുള്ള തോന്നിപ്പിക്കും വിധത്തിലേക്ക് പെരുമാറുക. അപ്പോൾ ചില വലിയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ആ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാപരമല്ലാതായി പോകും. ആളുകൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് സ്വയം തിരുത്തേണ്ടതാണ്. അത് അവതാരകർക്കൊരു വലിയ റോൾ അതിനകത്തുണ്ട്. വാർത്താ പ്രസൻറ്റേഴ്സിന് വലിയൊരു റോളുണ്ട് അത് മാറ്റി തീർക്കാൻ.